ഹായ് ഓൾ, ദിസ് ഇസ് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ഞായറാഴ്ചയുള്ള മാർക്കറ്റ് അവറിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയ രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പല ഗ്ലോബൽ മാർക്കറ്റുകളും അവധിയിൽ പ്രവേശിച്ചതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പോടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. വെള്ളിയാഴ്ച എഗെയിൻ ഒരു ഫർദർ ആയിട്ടുള്ളൊരു റാലി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് കിട്ടി, വീണ്ടും കൺസോൾഡേറ്റ് ചെയ്തു. തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന്, അതായത് 23,750 നിന്ന് ഏകദേശം ഒരു 100 പോയിന്റ് ഹയർ സൈഡിലും, വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഒരു 300 പോയിന്റ് മാത്രം, വീക്കിലി ലോയിൽ നിന്നും വീക്കിലി ഹൈയിലേക്ക് 300 പോയിന്റ് മാത്രം ഒരു ട്രേഡിംഗ് റേഞ്ച് സൃഷ്ടിച്ച് വളരെ കൺസോൾഡേറ്റ് ആയിട്ട് മൂവ്മെന്റ് നടത്തിയ ഒരു മാർക്കറ്റാണ് ഉണ്ടായത്. പോപ്കോണിന്റെ എല്ലാം തന്നെ ടാക്സ് വർദ്ധിപ്പിച്ചത് കൊണ്ട് PVR പോലെയുള്ള സ്റ്റോക്കുകൾ 6% ഇടിവ് വീക്കിലി അടിസ്ഥാനത്തിലും, അദാനി പോർട്ട് വീക്കിലി അടിസ്ഥാനത്തിൽ 5% റാലിയും, ഏകദേശം ഒരു 6ഓളം IPOs ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. കൂടാതെ ഇൻഡിഗോയും ട്രാവൽ, ആളുകൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇൻഡിഗോയും ഏകദേശം ഒരു 5% ഒരു റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റ് കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും US മാർക്കറ്റ് ഏകദേശം 0.66% ഒരു ഫോള് കണ്ടു. നാസ്ഡാക്കും ഫോളോ ചെയ്തു. ഇന്റൽ, ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ഇന്റലും ഒരു ഷാർപ്പ് ഫോള്, സെൽ ഓഫ് US മാർക്കറ്റിൽ കണ്ടു. ഇനി FISന്റെ കാര്യം എടുക്കുമ്പോൾ FIS കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസമാണ് നമുക്ക് ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നത്. തിങ്കൾ മുതൽ മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും FIS, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് മോഡിലാണ് ഉണ്ടായിരുന്നത്. DIs, ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കാണാം 4 ദിവസവും ബൈയിങ് മോഡിലാണ് ഉണ്ടായിരുന്നത്. 2000 ഈച്ച് വെച്ച് 2 ദിവസവും 3,300 crores 2,500 crores വെച്ച് അവർ ബൈയിങ് മോഡിൽ വന്നു മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 1.4% ഒരു ഫോള്, ഏകദേശം ഒരു 333 പോയിന്റ് അഥവാ 0.77% ഒരു ഫോള് കണ്ടു. യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ പ്ലസിൽ ക്ലോസ് ചെയ്തെന്നാൽ US മാർക്കറ്റിൽ വലിയൊരു ഇടിവ് കണ്ടു. പിന്നെ നമ്മൾ കാണുന്നത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ് ഫ്ലാറ്റ് ആയിരുന്നു. വിപ്രോ 1% ഒരു റാലി രേഖപ്പെടുത്തി. എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 0.77% ഒരു ഫോള്. HDFCയും ICICI ബാങ്കും ഫ്ലാറ്റായി നെഗറ്റീവായ രീതിയിൽ US മാർക്കറ്റിൽ ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരാഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച മാർക്കറ്റ് അവധിയുണ്ട്. കാണാം, US ഡിസംബർ 30 PMI ഡേറ്റ വരുന്നുണ്ട്. ഡിസംബർ 30 വേറെ ഗ്ലോബൽ ഇവന്റുകളൊന്നുമില്ല. ഡിസംബർ 31 ചൈനയിലെ മാനുഫാക്ചറിംഗ് PMI, യൂറോസോൺ അവധിയാണ്, UK അവധിയാണ്, ഇന്ത്യയിലെ കറണ്ട് അക്കൗണ്ട് GDP ഡേറ്റ വരുന്നുണ്ട്. US ജാനുവരി 1 അവധിയാണ്, ചൈന ജാനുവരി 1 അവധിയാണ്, യൂറോസോൺ അവധിയാണ്, UK അവധിയാണ്. ജാനുവരി 2 US-ൽ നിന്ന് പ്രധാനമായിട്ടുള്ള 2 ഇവന്റ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ, മാനുഫാക്ചറിംഗ് PMI ഡേറ്റ എല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട്. ജാനുവരി 3 US-ൽ നിന്ന് PMI ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ റിസർവ് ഡേറ്റ വരുന്നുണ്ട്. പുതിയ ഒരു മാസമായതുകൊണ്ട് PMI ഡേറ്റ, ഓട്ടോ സെയിൽസ് റിപ്പോർട്ടും നമ്മുടെ എല്ലാ മാസവും ഓട്ടോ സെയിൽസ് റിപ്പോർട്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാന റെഡ് ടാപ്പ് ഡിവിഡൻഡ് 2 രൂപ തരുന്നുണ്ട്. കൂടെ തന്നെ കാമധേനു ലിമിറ്റഡ് 1 രൂപ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. സ്പ്ലിറ്റ് ഡിവിഡൻഡ്, അങ്ങനെ ഒരുപാട് ഇവന്റുകൾ ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. ട്രേഡബിലിറ്റി ടാബിൽ ഇനി നമുക്ക് റിസൾട്ട് അപ്ഡേറ്റ് നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇൻഫോസിസ് പോലെയുള്ള കമ്പനീസിന്റെ റിസൾട്ട് വരും. കൂടാതെ IT കമ്പനീസിന്റെ റിസൾട്ട് വരും. അതിനുശേഷം HDFC ബാങ്കിന്റെ റിസൾട്ട്, ICICI ബാങ്കിന്റെ റിസൾട്ട്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ റിസൾട്ട് കലണ്ടർ ടാബിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ആപ്പിന്റെ ലിങ്കും വെബ്സൈറ്റിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. ആദ്യമായിട്ട് ശക്തി പമ്പാണ്. ശക്തി പമ്പ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ സിമെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ന്യൂസാണ്. അൾട്രാടെക് സിമെന്റ് സ്റ്റാർ സിമെന്റിന്റെ 8.5% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. കരോഡ കൺസ്ട്രക്ഷൻ കമ്പനി ഇവർ ഓപ്പൺ മാർക്കറ്റിലൂടെ ഇവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ ഏകദേശം 5 lakh ഷെയറുകൾ ബൈ ചെയ്തിട്ടുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 6% ഒരു
ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. NTPC റിന്യൂവബിൾ എനർജിയുടെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 900 CR ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് ഉണ്ടായിരുന്നത്. മസഡോൺ ഷോക്ക് ബിൽഡേഴ്സ് കമ്പനി നമുക്കറിയാം ഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള അല്ലെങ്കിൽ GRC പോലെയുള്ള ലീഡിംഗ് കമ്പനി തന്നെയാണ് മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി. മമത മൻഷേറി കമ്പനി ഇവർ IPOയിൽ 147% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IPO കഴിഞ്ഞ ഈ ഒരു IPO കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നസാറ ടെക് എന്ന് മൊബൈൽ ഗെയിമിംഗ് രംഗത്ത് ഒരു ലീഡിംഗ് കമ്പനിയാണ് നസാറ ടെക്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു മേജർ അക്വിസിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. 10% സ്റ്റേക്കാണ് അബ്സല്യൂട്ട് സ്പോട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവർ അക്വയർ ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡും കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്പൈക്ക് രേഖപ്പെടുത്തി. അദാനി പോർട്ടിന്റെ ഭാഗത്തു നിന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏകദേശം ഒരു 450 CR ഒരു ഓർഡർ ലഭിച്ചു. സനാത ടെക്സ്റ്റൈൽ കമ്പനി കഴിഞ്ഞ ദിവസം 31% ലിസ്റ്റിംഗ് ഗെയിൻ ഇവർക്ക് ലഭിച്ചിരുന്നു. IPO പ്രൈസ് ഉണ്ടായിരുന്നത് 319 ആയിരുന്നു. IPO പ്രൈസ് ഉണ്ടായിരുന്നത് 422 ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കമ്പനി. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് വീൽസിന്റെ ഭാഗത്തുനിന്ന് ഇവർ ഒരു പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. വിയടെക് വബാഗ് കമ്പനി ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സാംബിയയിൽ ആഫ്രിക്കയിലുള്ള സാംബിയയിൽ നിന്ന് ഇവർക്കൊരു 700 CR ഒരു ഓർഡർ ലഭിച്ചു. കോൺഗോർ ഇൻവിയോ സിസ്റ്റം കമ്പനി ഇവർ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. 826 രൂപയാണ് ഉണ്ടായിരുന്നത്. IPO പ്രൈസ് 700 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ IPO ഗംഭീരമായിട്ടുള്ള റിട്ടേൺ IPOയിൽ ലഭിച്ചിട്ടുണ്ട്. NBCC കമ്പനി ഫ്രൈഡേ ഇവർക്കൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 368 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് കമ്പനി ബ്രോക്കറേജ് ഫേമായിട്ടുള്ള ഡാം ക്യാപിറ്റൽ ടാറ്റ മോട്ടോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൾട്രാടെക് സിമെന്റ് കമ്പനി ഇവർ കഴിഞ്ഞ ദിവസം സ്റ്റാർ സിമെന്റിന്റെ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ടാർഗറ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സ്ലൈറ്റ്ലി കുറഞ്ഞേക്കാം എന്നുള്ള ന്യൂസാണ് കോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ളത്. ഓല ഇലക്ട്രിക് കമ്പനി ഇവർ മേജർ ലേ ഓഫ് നടക്കുകയാണ്. കമ്പനിയുടെ എക്സ്പാൻഷൻ പുഷല്ലെന്നാണ് നമ്മൾ കണ്ടിരുന്നു. 4000 പുതിയ സ്റ്റോറുകളാണ് ഇന്ത്യയിലുടനീളം അവർ പുതിയതായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇവരുടെ CTOയും CFO എല്ലാം തന്നെ റിസൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഇപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ളൊരു വ്യൂ ഉള്ളത്. ഓല ഇലക്ട്രിക് കമ്പനി അതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. റിലയൻസ് കർണോസ് ഹെൽത്ത് കെയറിൻ്റെ സ്റ്റേക്ക് ഇവർ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തു. കൊതാരി പ്രൊഡക്ട്സ് കമ്പനി ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:1 റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസോൾഡേറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. ജനുവരി പുതിയ സീരീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിലെ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താം. അപ്പോൾ നാളെ മറ്റന്നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേക അവധികളോ കാര്യങ്ങളൊന്നും ഇല്ല. എനിവേ നമ്മൾ NSEയുടെ റിസൾട്ട് കലണ്ടറും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എൻറ്റയർ ഇയറിലെ റിസൾട്ട് കലണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.